അപ്പോൾ ഇവർ സങ്കോചത്തോടുകൂടി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പുസ്തകം എന്തെന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പൂതന എന്ന പേരിലാണ്. അപ്പോൾ ആ പുസ്തകം എനിക്ക് തന്നു. ആ പുസ്തകം എൻ്റെ അടുക്ക് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ സങ്കോചത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഈ പുസ്തകത്തിൻ്റെ ആദ്യ കവറ്, ആദ്യ പേജ് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ അതിൽ പ്രദീപൻ കടയപ്പുറത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. മുകേരി ഗ്രാമപഞ്ചായത്തിലെ കടയപ്പുറം സ്വദേശി, അച്ഛൻ പരേതനായ കണ്ണൻ, അമ്മ ജാനകി. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് നവമാധ്യമത്തിലെ ആദ്യ രചനയായ കണ്ണൂരിൻ്റെ വിപ്ലവ സൂര്യൻ എന്ന ആൽബത്തിൻ്റെ ഗാനരചനയിലൂടെ കേരള രാഷ്ട്രീയത്തിലെ വ്യക്തിപൂജാ വിവാദത്തിന് തിരികൊളുത്തിയ രചയിതാവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് എന്നെ ക്ഷണിക്കുമ്പോൾ ഈ പ്രദീപൻ്റെയും മറ്റും മനസ്സിലായിട്ടുള്ള സങ്കോചം മടിച്ചാണ് ക്ഷണിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പാട്ട് എന്നെ പറ്റിയിട്ടാണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും പാട്ട്. പക്ഷേ എനിക്ക് ഇത് നോക്കിയപ്പോൾ, ഇത് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞ് പുസ്തക പ്രകാശനത്തിന് ഞാൻ വരും. കാരണം അത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായി മാറുക. കാരണം എന്നെ പറ്റിയിട്ടുള്ള ആ ഗാനം എഴുതിയത് യഥാർത്ഥത്തിൽ ഞാൻ അറിയുമായിരുന്നില്ല. ഈ പാട്ട് ആളുകൾ കേട്ട് അത് ഹിറ്റായപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അന്നും ഇന്നും അത് ചിലയിടത്തൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോയിട്ടുള്ള ചില പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള പാട്ട് കൂടിയാണ്. അപ്പോൾ അതിന് പ്രദീപം വിഷമിക്കേണ്ട ആവശ്യമില്ല. അന്ന് വലിയ വിവാദം ഉണ്ടായി, വ്യക്തിപൂജാ വിവാദം എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ എന്നെപ്പറ്റി എങ്ങനെ ഒരു കാര്യം എഴുതുന്നതിന് പ്രദീപനോട് ഞാനും പറഞ്ഞിട്ടില്ല. പാട്ട് പാടുന്നതിന് പുറച്ചേരിയിലെ ഒരു കലാസമിതിയാണ് അതിൻ്റെ സംഗീതമൊക്കെ ഒരുക്കിയത്. അവരും ഞാനുമായിട്ട് ആദ്യം ആലോചിച്ചിട്ടില്ല. അവർക്ക് തോന്നി ഒരു പാട്ട് പാടണം. അങ്ങനെ പാട്ട് പാടി, അത് ഹിറ്റായി. അപ്പോൾ ആ ഒരു സങ്കോചത്തോടുകൂടിയാണ് എന്നെ ക്ഷണിക്കാൻ വന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ പാട്ടുകൾ എഴുതുന്നു, കവിത എഴുതുന്നു. അപ്പോൾ എഴുതുന്ന ആൾക്ക്, ആ രചയിതാവിന് മനസ്സിൽ കുറേ വികാരങ്ങളുണ്ടാവും, വിചാരങ്ങളുണ്ടാവും. ആ വിചാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എഴുത്തുണ്ടാവുന്നത്. അല്ലാതെ എഴുത്തുണ്ടാവും. ഒരു എഴുത്തുകാരനെന്ന നിലക്ക് എനിക്ക് തോന്നുന്നു ഞാനൊരു എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ എക്സിന് തോന്നുന്നു ഞാനൊരു എഴുത്തുകാരനാണ്. പക്ഷേ ആ എഴുത്ത് വായിക്കുന്ന വായനാ സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ആ എഴുത്തിന് സ്ഥായിയായിട്ടൊരു നിലനിൽപ്പില്ല. ഇവിടെ പ്രദീപൻ കടയപ്പുറത്തിന് ചില സിദ്ധികളുണ്ട്, കഴിവുണ്ട് എന്ന് ഈ നാട് അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ പഞ്ചായത്ത് ഹാളിൽ ഇത്രയേറെ ആളുകൾ ഈ കവിതാ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ളത്.